ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിന്ന് വന്നിരിക്കുന്നത് വയനാട് ട്രാവൽ വ്ളോഗിൻ്റെ അടുത്ത ഭാഗം കാണിക്കാനാണ്. ഇന്ന് നമ്മൾ വയനാട്ടിലെ അടുത്തൊരു മോസ്റ്റ് വിസിറ്റ് പ്ലേസായ ബാണാസുര സാഗറിലേക്കുള്ള യാത്രയാണ് കാണിക്കുന്നത്. അവിടെ കണ്ട കാഴ്ചകളൊക്കെയാണ് നിങ്ങളെ ഇന്ന് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. കുറുവാദ്വീപിൻ്റെ വീഡിയോ നേരത്തെ ഇട്ടിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ അത് കാണുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഷെയർ ചെയ്തേക്കാം. അങ്ങനെ നമ്മൾ കുറുവാദ്വീപിൽ നിന്ന് നേരെ ബാണാസുര സാഗറിലേക്ക് പോവുകയാണ്. ആ കാണുന്നതാണ് അവിടുന്ന് ഡാമിൽ നിന്ന് വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്ന വഴി. വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ എൻട്രിയുടെ അവിടെ നല്ല തിരക്കാണ്. ആ തിരക്കിൽ കൂടി അതിജീവിച്ച് പിന്നെ വെക്കേഷൻ ടൈം ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ആളുണ്ടായിരുന്നു. പിന്നെ ഇത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ മണ്ണുകൊണ്ട് നിർമ്മിച്ച ഡാമാണ്. ഏഷ്യയിലെ സെക്കൻഡ് ലാർജസ്റ്റുമാണ്. എർത്ത് ഡാമാണ് കേട്ടോ ബാണാസുര സാഗർ ഡാം. നോക്കുമ്പോൾ കാണാൻ പറ്റും ഈ ഡാമിൻ്റെ ഒരു ചുറ്റുപാടൊക്കെ അടിപൊളി ഭംഗിയായിട്ടൊക്കെ നിർമ്മിച്ചിട്ടുണ്ട്. പിന്നെ മുകളിൽ കാണുന്നതൊക്കെ സോളാർ പാനൽ വെച്ചിട്ട് അങ്ങനെയും വൈദ്യുതി ഉണ്ടാക്കുന്നുണ്ട് ഇവിടെ. അപ്പോൾ നമുക്ക് ബാണാസുര സാഗറിലെ മറ്റ് കാഴ്ചകളിലേക്ക് പോകാം. നമുക്ക് നോക്കുമ്പോൾ തന്നെ കാണാം ഇത്രയും ലെങ്ത്തിലാണ് ഈ ഡാം പണിത് വച്ചിരിക്കുന്നത്. ഇത്രയും മണ്ണിട്ട് നിറച്ചിട്ടാണ് അത് പണിതിരിക്കുന്നത്. പിന്നെ വൈകുന്നേരം ആയതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഈ സ്റ്റെപ്പ് കാണുമ്പോൾ കാണാൻ പറ്റും ഇത്രയും ലെങ്ത്ത് കാണാൻ പറ്റും. എത്ര വിട്ടുണ്ട് ഈ ഡാമിൽ നിന്ന്. പിന്നെ വെക്കേഷൻ സമയമായതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ട്. അതുപോലെ തന്നെ നല്ല ആളുമുണ്ട്. പിന്നെ വയനാട്ടിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ വിസിറ്റ് ചെയ്യുന്ന ഒരു സ്ഥലവും കൂടിയാണ് ബാണാസുര സാഗർ ഡാം. ഇവിടെയും പല പല ആക്ടിവിറ്റി നടക്കുന്നുണ്ട്. സിപ്പ് ലൈൻ, ബോട്ടിങ്, കയാക്കിങ്, അങ്ങനെ പല പല വാട്ടർ ഗെയിംസും അതിനകത്ത് അനുബന്ധമായിട്ട് നടക്കുന്നുണ്ട്. ഇത് ബാണാസുര സാഗറിൻ്റെ ഒരു എൻഡിൽ നിന്നുള്ള കാഴ്ചയാണ്. ഇവിടെ അത്യാവശ്യം നമുക്ക് കാണാൻ പറ്റുന്ന വിധത്തിലുള്ള നല്ല ഭംഗിയിൽ കാണാം. ഇതേപോലെ ഒരു തുരുത്തുകളാണ് ബാണാസുര സാഗർ മലനിരകളിൽ വരുന്നതാണ് ഈ കുന്നുകളൊക്കെ. എവർഗ്രീൻ ഫോറസ്റ്റിൽ വരുന്നൊരു ഇതായിട്ട് വരും. ഇതാണ് ഇവിടെയുള്ള ആക്ടിവിറ്റിയുടെ ഒരു ബോർഡ്. ഞാനിപ്പോൾ നിങ്ങളെ കാണിച്ചു തരാം. കയാക്കിങ്, വാട്ടർ ബലൂൺ, പാന്തലൂൺ, ബാംബു ക്രാഫ്റ്റിംഗ്, കൊട്ടാഞ്ചി, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട്. നമ്മളതിലൊന്നും പോയില്ല. സമയം ഓൾറെഡി വൈകുന്നേരം ആയതുകൊണ്ടും 5 മണി വരെ ബോട്ടിംഗ് ഉള്ളത് കൊണ്ടും നമ്മളത് ചെന്നപ്പോഴത്തേക്കും ലേറ്റ് ആയിരുന്നു. ഇനി നമുക്ക് ഡാമിൻ്റെ മറ്റേ സൈഡിലേക്ക് നടക്കാം. വൈകുന്നേരം ആയതുകൊണ്ട് അത്യാവശ്യം നല്ല കാറ്റൊക്കെ ഉണ്ട് കേട്ടോ. ചെറിയ രീതിയിൽ ദൂരയിൽ ഫോഗ് അനുഭവപ്പെടുന്നുണ്ട്. പിന്നെ വേനലായതുകൊണ്ട് തന്നെ വെള്ളം കുറവാണ്. മിക്കപ്പോഴും ഡാമുകളൊക്കെ സന്ദർശിക്കാനായിട്ട് നല്ലത് ഇത് ഈ മൺസൂൺ സീസണിൽ. അപ്പോൾ അത്യാവശ്യം ഡാമൊക്കെ നിറഞ്ഞിരിക്കുമ്പോൾ നമുക്ക് നല്ല ഭംഗിയിൽ ഡാം കാണാൻ പറ്റും. നേരത്തെ പറഞ്ഞ ബാണാസുര കുന്നുകളിലെ ഒരു മലനിരകളാണ് കാണുന്നത്. കുന്നുകളിൽ കുറേ എവർഗ്രീനായിട്ടുള്ളത്. ഇവിടെ സോളാർ വെച്ചിട്ടും വൈദ്യുതി പല സ്ഥലത്തും ഉണ്ടാക്കുന്നുണ്ട്. വെള്ളത്തിലും ഫ്ലോട്ടിംഗ് സോളാറും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ലാൻഡ്സ്കേപ്പൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. സിപ്പ് ലൈനിൽ കൂടി ആള് പോകുന്നത് കാണാൻ പറ്റും. സൂം ചെയ്ത് കാണിക്കാട്ടോ.
ഒരുപാട് സോളാർ പാനലുകൾ നമ്മൾ നടക്കുന്ന വശത്ത് വെച്ചിട്ടുണ്ട്. ഇത് വെച്ചുകൊണ്ട് തന്നെ താഴെ അത്രയധികം വെയിലടിക്കില്ല, അതൊരു ഉപകാരമാണ്. പിന്നെ ഈ സൈഡിലോട്ട് വരുമ്പോൾ തിരക്ക് കുറച്ച് കുറവുണ്ട്, അധികം ആൾക്കാർ ഇങ്ങോട്ട് വരുന്നത് കുറവാണ്. ഞങ്ങളെന്തായാലും ഡാമിൻ്റെ ഈ അറ്റം മുതൽ മറ്റേ അറ്റം വരെ നടക്കാൻ തീരുമാനിച്ചു. അങ്ങനെ നടന്നാണ് നമ്മൾ ഡാമിൻ്റെ എൻഡെത്തി. എൻഡെന്ന് പറയില്ല, ഇവിടം വരെയാണ് സന്ദർശകർക്ക് പ്രവേശനമുള്ളത്. ഇതിന് ശേഷം ഇവരുടെ മറ്റേ ഗാർഡ്സൊക്കെ താമസിക്കുന്ന സ്ഥലമാണ്. ഇതിലേ കൂടിയും പുറത്തേക്ക് ഇറങ്ങാൻ വഴിയുണ്ട്. പിന്നെ അങ്ങോട്ട് ഉള്ളിലോട്ടും ഉണ്ട് ഡാമിൻ്റെ മറ്റേ ഷട്ടർ പോകുന്ന സ്ഥലമൊക്കെ. എന്തായാലും നമുക്ക് ഈ ഭാഗത്തല്ല, അത് മറ്റേ വണ്ടിക്ക് പോയപ്പോൾ കാണിച്ചു തന്നില്ലേ, ആ ഭാഗത്താണ്. അവിടെ നിന്ന് കുറച്ചും കൂടി അങ്ങോട്ട് പോകണം. അങ്ങോട്ടൊന്നും പ്രവേശനമില്ല. വൈകുന്നേരം ആയത്തോറും ഇതിനകത്ത് ചെറിയൊരു ഫോഗൊക്കെ അനുഭവപ്പെടുന്നുണ്ട്. ദൂരക്കാഴ്ച കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടെ വന്നപ്പോൾ കുട്ടികളിലൊരു പണ്ടത്തെ ഒരു നൊസ്റ്റാൾജിക് ഫീലായ ഒരു ഇത് കണ്ടാണ്. അപ്പോൾ അത് നമ്മളെ കാണിക്കാം എന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ നമ്മൾ ഡാമിൻ്റെ കാഴ്ച കണ്ട് തിരിച്ചിറങ്ങി. ഇതിനകത്ത് കുറച്ച് ഭാഗങ്ങൾ നമ്മൾ അടുത്ത പാർട്ടി കാണിക്കാം. ഡാമിൽ തന്നെ വേറെയും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് ഈ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നു, അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുന്നു. പിന്നെ ഇത് സിപ്പ് ലൈനിൽ കയറാനുള്ള ഇതാണ്. നേരത്തെ കണ്ട പോലെ അവിടുത്തെ ഡാമിൽ നിന്ന് ഒരറ്റത്തും മറ്റേറ്റം വരെ ഇറങ്ങാൻ പറ്റും. അതിന് ഏതാണ്ട് 400 രൂപയാണ് ചാർജ് വരുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.